നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പുതുമുഖങ്ങളായ സോണി ജോൺ, ആതിര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി RSGPR എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ രഘുചന്ദ്രൻ ജെ മേനോൻ നിർമ്മിച്ച് ജോവിൻ എബ്രഹാമിന്റെ കഥയ്ക്ക് NV മനോജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വവ്വാലും പേരയ്ക്കയും നവംബർ 29-ന് മൂവി മാർക്ക് റിലീസിനെത്തിക്കുന്നു. കോമഡി ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന വ്യത്യസ്തമായ പ്രണയകഥയുമായിട്ടാണ് വവ്വാലും പേരയ്ക്കയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഒരുപാട് കാലമായി കുറേയേറെ നല്ല സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച KGF സ്റ്റുഡിയോ ആദ്യമായി നിർമ്മിക്കുന്ന സിനിമ അരുൺ നിശ്ചൽ ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു. പ്രശസ്ത താരങ്ങളായ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, സൈജു കുറുപ്പ്, ജോണി ആന്റണി എന്നിവരുടെ സ്പെഷ്യൽ മീഡിയ പേജ് മുഖേനയാണ് ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്തത്. എറണാകുളത്തും കണ്ണൂരുമായി ചിത്രീകരിക്കുന്ന സിനിമ 2025 ഏപ്രിൽ മാസത്തിൽ റിലീസിനെത്തിക്കുന്നു. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടിയുടെ ക്ലാസിക് മാസ് ആക്ഷൻ ചിത്രമായ വല്യേട്ടന്റെ ട്രെയിലർ പുറത്തിറങ്ങി. 2000 സെപ്റ്റംബർ 10-ന് പുറത്തിറങ്ങിയ ഈ ചിത്രം നവംബർ 29-ന് 4K ഡോൾബി അറ്റ്മോസ് ദൃശ്യ മികവോടെയാണ് വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നത്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് നിർമ്മിച്ചത്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് ബെന്നി ജോൺസൺ ആണ്. ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് ചെയ്തിരിക്കുന്നത് MR രാജകൃഷ്ണനാണ്. ധനുഷ് നായനാരാണ് സൗണ്ട് ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്. നടൻ വിനായകനെ നായകനാക്കി ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു. പെരുന്നാൾ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ പേരിനൊപ്പം ക്രൊവോന്മാരും സ്രോപ്പന്മാരും എന്ന ടാഗ് നൽകിയിട്ടുണ്ട്. ജോളിവുഡ് മൂവീസും ഇമ്മട്ടി കമ്പനിയും ചേർന്നാണ് പെരുന്നാളിന്റെ നിർമ്മാണം. ടൊവിനോ തോമസ് നായകനായ ഒരു മെക്സിക്കൻ അപാരത, ആൻസൺ പോൾ നായകനായ ഗാംബ്ലർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ മോസ്കോ കവല, നിരവധി അവാർഡുകൾ നേടിയ ഒറ്റമരം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിനോയ് വേളൂർ സംവിധാനം ചെയ്യുന്ന ശ്വാസം എന്ന സിനിമയുടെ ഓഡിയോ റിലീസ് കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു. സംവിധായകൻ ജയരാജ്, പ്രശസ്ത നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന് കോപ്പി നൽകിക്കൊണ്ടാണ് ഓഡിയോ പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ശ്രീരേഖ് അശോക് എഴുതിയ ഗാനങ്ങൾക്ക് സുവിന്ദ സംഗീതം നൽകിയ 2 പാട്ടുകളാണ് ഈ ചിത്രത്തിലുള്ളത്. KS ചിത്ര, വീത്ര ഗോപി, മഞ്ജരി, സുവിന്ദാസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയ ചിറ്റ എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ധാർത്ഥ് നായകനാകുന്ന മിസ് യു നവംബർ 29-ന് ലോകമെമ്പാടും റിലീസ് ചെയ്യും. മാപ്പിള സിംഗം, കളത്തിൽ സന്ദിപ്പവും എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം യുവ സംവിധായകൻ N രാജശേഖരൻ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന മിസ് യു റൊമാന്റിക് എന്റർടൈനർ ആണ്. തെന്നിന്ത്യൻ മുൻനിര താരം ആഷിക രംഗനാഥനാണ് ചിത്രത്തിലെ നായിക. രസകരമായ റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയായിരിക്കും ഇതെന്നാണ് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. തെലുങ്ക്, കന്നഡ സിനിമയിൽ പ്രശസ്തയാണ് ആഷിക രംഗനാഥ്.